കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടക്കമുള്ള BJP നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി എത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും തന്റെ ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹം തേടിയതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂർ ലൂർദ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ എത്തിയ സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. പക്ഷെ എന്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി, അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാവും. കേരയിൽ കേരളത്തിന് ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞത്? ഇന്ന് രാവിലെയാണ് ഈ കെ കരുണാകരന്റെയും ഭാര്യയുടെയും സ്മൃതി കുടീരത്തിലെത്തി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. കെ കരുണാകരൻ എന്നത് ധീരനായ ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. അതിൽ രാഷ്ട്രീയമില്ല എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കേരയിൽ നടപ്പാക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കേരയിൽ കേരളത്തിന് ആവശ്യമില്ല, അതിനു പകരം ഈ റെയിൽവേക്ക് സമാന്തരമായി, നിലവിലുള്ള റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി 2 പാതകൾ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അത് സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഈ കേരയിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നൊരു വിമർശനമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ എത്തുകയും ചെയ്തു. ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചുകൊണ്ടായിരുന്നു തന്റെ ഇത്തവണത്തെ വഴിപാട് സുരേഷ് ഗോപി അർപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രലിൽ എത്തുകയും അവിടെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ സ്വർണ്ണ കിരീടത്തെ സംബന്ധിച്ച് ഒട്ടേറെ ചർച്ചകൾ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നിരുന്നു. ഈ സ്വർണ്ണ കിരീടം ചെമ്പാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ ആക്രമണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നു. അതിന്റെ മനോവിഷമം സുരേഷ് ഗോപി തന്നെ തുറന്നു പറയുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇവിടെ എത്തി ഈ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വഴിപാടായി ഇത് സമർപ്പിക്കുമെന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞതാണ്. തന്റെ വഴിപാടാണ് എന്നുള്ളതാണ് ഇന്നും സുരേഷ് ഗോപി ആവർത്തിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. വിവിധ മണ്ഡലങ്ങളിലെത്തി വോട്ടർമാർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള പര്യടനം അത് ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.